ശ്രീ കെ രാമചന്ദ്രൻ. ദേവസ്വം ബോർഡുകളിലെ ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാരും കഴകക്കാരുമായിട്ടുള്ള ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്നതിൽ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനമായും ഇവരുടെ സർവീസ് കാലയളവ് നിജപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള രേഖകൾ ലഭ്യമല്ല എന്നതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അത് കമ്പ്യൂട്ടറൈസേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമോ? അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രങ്ങളിലെ വഴിപാടുകൾക്കായിട്ടുള്ള പൂവുകൾ കാലാനുസൃതമായ പൂവിൻ്റെ വില വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമോ? മിനിസ്റ്റർ. ഇതിൻ്റെ ഈ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ അതിൽ അവരുടെ വരുമാനം അനുസരിച്ചാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കൊച്ചി തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകൾക്ക് അതിൻ്റേതായിട്ടുള്ള വരുമാനം, കൊച്ചി ദേവസ്വം ബോർഡിന് അത്രയില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ശബരിമല മാത്രം നല്ല കാര്യങ്ങൾ നന്നായി നടത്തിക്കൊണ്ടുള്ള സംവിധാനമുണ്ട്. അതേ സമയത്ത് മലബാറിന് മാത്രമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രയാസമുള്ളത്. മലബാർ ദേവസ്വത്തിന് സർക്കാർ ഒരു വർഷം 38 കോടിയോളം ഗ്രാൻഡായിട്ട് നൽകുന്നുണ്ട് മലബാർ ദേവസ്വത്തിൻ്റെ ഈ സാമ്പത്തിക പ്രയാസം കാരണം. അതോടൊപ്പം തന്നെ ഈ കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനെ ഈ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഓൺലൈനാക്കാൻ വേണ്ടി ദേവസ്വം ബോർഡുകളുടെ അഭിപ്രായം അനുസരിച്ച് സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ നേരത്തെ അവിടെ ബുക്ക് ചെയ്യാനും വഴിപാട് ബുക്ക് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള സംവിധാനത്തിലാണ് ഈ സംവിധാനം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്.